നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊല്യൂഷൻസിന്റെ സോഴ്സസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഴ്സിനെ ബേസ് ചെയ്ത് പൊല്യൂഷനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പോയിന്റ് സോഴ്സസ് എന്നും നോൺ പോയിന്റ് സോഴ്സസ് എന്നും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയിന്റ് സോഴ്സസിനെ കുറിച്ചാണ്. These pollutions comes from one specific point or location. ഇത്തരം മലിനീകരണങ്ങൾ ഉത്ഭവിക്കുന്നത് ഒരു സ്പെസിഫിക് സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നിന്നായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ പോകുന്ന പൈപ്പിലുണ്ടാവുന്ന ചോർച്ച വഴി വരുന്ന വേസ്റ്റ് വാട്ടർ, പിന്നെ ഡർട്ടി വാട്ടർ ഇൻ ടു റിവർ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിനെ നേരെ റിവറിലോട്ട് നമ്മൾ ഒഴുക്കി വിടുമ്പോൾ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ പോയിന്റ് സോഴ്സസിനെ കുറിച്ചാണ്. ദീസ് പൊല്യൂഷൻസ് കംസ് ഫ്രം ലാർജ് ഏരിയ. ഇത്തരം മലിനീകരണങ്ങൾ വരുന്നത് ഒരു വലിയൊരു ഏരിയയിൽ നിന്നായിരിക്കും. വാട്ടർ ക്യാൻ റൺ ഓഫ് ഫാം ലാൻഡ് ആൻഡ് ക്യാരി പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസർ ഇൻ ടു റിവർ. അതായത് ഫാം ലാൻഡിൽ നിന്ന്, കൃഷിഭൂമിയിൽ നിന്ന് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും നേരിട്ട് നദിയിലോട്ട് ചെല്ലുമ്പോഴും ഇങ്ങനെ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. Rainwater can wash gasoline, oil and salt from highways and parking lots into the wells and supply drinking water. അതുപോലെ ഡ്രിങ്കിങ് വാട്ടറിന് എങ്ങനെയാണ് മലിനീകരണം സംഭവിക്കുന്നത് വെച്ചാൽ മഴവെള്ളം വഴിയായിട്ട് ഓയിൽ, ഗ്യാസോലിൻ, സാൾട്ട് ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഹൈവേസിലൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയയിലൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഇത്തരം വസ്തുക്കളും കൊണ്ട് റെയിൻ വാട്ടർ നേരെ കിണറിലേക്ക് വരുമ്പോൾ നമ്മളത് കുടിക്കുന്നത് വഴി, ആ വെള്ളം കിണറ്റിലെത്തി കഴിഞ്ഞാൽ നമ്മളത് കഴിക്കുന്നത് വഴിയായിട്ടും ഇത്തരം പൊല്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇത് നോൺ പോയിന്റ് പൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ്, നോൺ പോയിന്റ് സോഴ്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.